ഹലോ ഗായ്സ്, വെൽക്കം. ഇന്ന് നമുക്ക് വിവോ V60 ആണ് കൈ കിട്ടിയിരിക്കുന്നത്. നമ്മൾ പ്രീ ഓർഡർ ചെയ്ത് തന്നെ ഞാൻ ബുക്ക് ചെയ്തു. നമുക്കിത് എന്താണെന്ന് നോക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത് ഞാൻ പറയുന്നു. 19,000 രൂപയാണ് ഇതിന്. 8GB 256 വേരിയൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്. പെട്ടിയുടെ ഉള്ളിൽ നിന്നിട്ടേക്കാൻ നോക്കാം. വാവ്, തിളങ്ങുന്ന പെട്ടി, കോ എഞ്ചിനീയർഡ് വിത്ത് ഡിസീസ്. ഓക്കെ, കമാൺ ലെറ്റ്സ്. പെട്ടിയുടെ ഉള്ളിൽ നിന്നിട്ടേക്കാൻ നോക്കാം. പെട്ടി തുറക്കുന്നു. ഓക്കെ, ബൈ. പെട്ടിയുടെ ഉള്ളിൽ ഫോണ്. വാവ്, ഗോൾഡൻ കളർ ഞാൻ വാങ്ങിച്ചേക്കുന്നത്. കണ്ടതിൽ ഗോൾഡൻ കളർ കുറച്ച് ലുക്കാന്ന് തോന്നി. ഒരു ഒരു ബ്ലൂ കളർ ഉണ്ട്, ഐ മീൻ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളർ ഉണ്ട്, കുറച്ച് ഡിസൈനൊക്കെ ആയിട്ട്. അത് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇതന്നെ ഓപ്റ്റ് ചെയ്തു. ഓക്കെ, വേറെ എന്തൊക്കെയുള്ള ഇതൊന്നിട്ട് സ്റ്റിക്കർ, കുറേ സാധനങ്ങൾ, IMEI നമ്പർ, അത് ഇത് മറ്റേത് മറിച്ചത്. ഇതിനുള്ളിൽ നോക്കിയ പെട്ടിയുടെ പേപ്പർ, അത് വാറണ്ടി കാർഡ്, അത് ഇത്. ഓക്കെ, അവിടേക്കാം. ഞാൻ നല്ലൊരു കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കളറുള്ള കേസ്. മറ്റേ കളറിനൊക്കെ ഈ കേസിന് കിട്ടുമോ എനിക്കറിയില്ല. സോറി, മറ്റേ കളറുകൾക്കൊക്കെ അതിൻ്റെ റെസ്പെക്റ്റീവ് കേസുകൾ കിട്ടാൻ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ചാർജർ ഉണ്ട്. എത്ര വാട്ടിൻ്റെ ചാർജറാണ്? 90 വാട്ട്സിൻ്റെ ചാർജറാണ്. 90 വാട്ട്സാണ് ചാർജർ. അതിൻ്റെ കേബിൾ. ഇത്രയ്ക്കൊക്കെയുള്ള പെട്ടിയിൽ പിന്നെ സിം ചെക്കിങ് ടൂൾ ഇതിൻ്റെ ഉള്ളുണ്ട്. ഞാൻ എടുക്കണില്ല, എല്ലാത്തിലുള്ള തന്നെയാണ്. അത്രയ്ക്കൊക്കെയുള്ള പെട്ടിയിൽ പെട്ടി വയ്ക്കാം. നമുക്ക് ഫോൺ എടുക്കാം. പെട്ടി അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഡൺ. പെട്ടീന് മാറ്റി വയ്ക്കാം. സ്റ്റിക്കർ അതിനുള്ളിൽ ഇരിക്കട്ടെ. ഫോൺ കീറുന്നില്ല. നമുക്ക് ഇതിനുള്ളിൽ വലിച്ചെടുക്കാം. എനിക്കെന്ന് തോന്നുന്നു കീറണത് എനിക്കത്ര ഇഷ്ടമല്ല. കീറേണ്ടതാണ് എക്സ്പീരിയൻസ്, എന്നാലും വലിച്ചെടുക്കാം നമുക്ക്. കിട്ടിപ്പോയി നോക്കളെ. ലുക്കാട്ടോ ഫോൺ. കൈ പിടിക്കാൻ നല്ല ലുക്കാണ്. ബാക്ക് നല്ല സ്മൂത്ത് സാധനമാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ IR ബ്ലാസ്റ്റർ ഉണ്ട്, മൈക്കുണ്ട്, ഇത് 2 സ്പീക്കറുകളാണ്. പിന്നെന്താ, വോളിയം റോക്കർ, പവർ ബട്ടൺ. ബാക്കിൽ നോക്കിയാൽ സിം ഇടുന്ന സാധനം, സ്പീക്കർ, മൈക്രോഫോൺ, USB കേബിൾ. ഈ സൈഡിലൊന്നുമില്ല, പ്ലെയിൻ. ലുക്കാട്ടോ ഫോൺ. കൈ പിടിക്കാൻ ലുക്കാണ്. അതാണ് സെറ്റപ്പ്. നല്ല ലുക്കാട്ടോ. ഈ ക്യാമറയ്ക്ക് ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തത്. ആ ഒരു കാര്യത്തിൽ ഡിസൈൻ വൈസിൽ വിവോനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. നല്ല ഡിസൈന് കൊടുത്തേക്കുന്നത്, സെറ്റ് സാധനം. അത്രയ്ക്കുള്ളൂ ഫോൺ നമുക്ക് നോക്കിയാൽ. ഓൾറെഡി ഒരു TPU കേസ് അല്ല, സ്ക്രീൻ പ്രൊട്ടക്ടർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വലിച്ചൊന്നും കളയാനില്ല, അതവിടെ ഇരിക്കട്ടെ, നല്ലതാണ്. യെസ്, നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാം. ഇത് പിന്നെ ഇതല്ല കേട്ടോ, അലുമിനിയം സംഭവമൊന്നുമല്ല, പ്ലാസ്റ്റിക് ആണ്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊടുത്തേക്കുന്നത്, അലുമിനിയം പരിപാടികളൊന്നുമില്ല. നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. ഫോൺ ഓണായി. വിവോ 5G പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഓക്കെ, ഓണാവ്. ഫോൺ ഓണാവട്ടെ. ഫോൺ ഓണായിരിക്കുകയാണ്. അതിൻ്റെ സെറ്റപ്പ്, അത് സ്റ്റാർട്ട് കൊടുത്തു. അത് നെക്സ്റ്റ്. ഓക്കെ, റെഡ് നെക്സ്റ്റ് വീച്ച് ഓൺറോയിഡ്. അതൊക്കെ സ്കിപ്പ് കൊടുക്കാൻ നോക്കാം. പിന്നെ നോക്കാം അതൊക്കെ സെറ്റപ്പ്. ഫ്ലെയിൻ കണ്ടിന്യൂ. കൊൽക്കത്തയോ? സ്കിപ്പ്. ഗൂഗിൾ സർവീസസോ? ഓക്കെ, അക്സെപ്റ്റ്. ഗെറ്റിംഗ് ഫോൺ റെഡി. എഗ്രി. ഇതൊക്കെ എന്നിട്ട് എൻ്റെ മോനെ, ഇതൊക്കെ ഓഫ് ചെയ്തിട്ടോടാ. സ്മാർട്ട് അപ്ഡേറ്റ് കുഴപ്പമില്ല. ഇത് ഓഫ് ചെയ്തോ, ഈ സാധനം ഓഫ് ചെയ്തോ, ഇത് ഓഫ് ചെയ്തോ. ഇത് കിട്ടണോ? ഇത് ആദ്യമായിട്ടുള്ളതാണ്. ഇതൊരു സാധനം എന്തായാലും ഓഫ് ചെയ്തരാം. നെക്സ്റ്റ്. സ്റ്റാർട്ടഡ്. ഫോൺ ഓണായിരിക്കുകയാണ് ഗൈസ്. സെറ്റ് സാധനം, ലുക്ക് സാധനം. ഓപ്പൺ. കുറേ സാധനം, കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലോക്ക് ബ്ലാസ്റ്റ്, കുറേ ആപ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ചധികം നെറ്റ്ഫ്ലിക്സ് അങ്ങനെ സാധനങ്ങൾ. പണ്ടത്തെ അത്ര കുറച്ചുണ്ട് എന്തായാലും. അതായിട്ട് ബെറ്ററാണ് എനിക്കിപ്പോൾ. ഓക്കെ, ഇത് ഗ്ലോബൽ സെർച്ച് ഡിസഗ്രി. ഓക്കെ, ഇതൊക്കെ ഇതിനിപ്പം ഓണായി വരണോ? എൻ്റെ ദൈവമേ. ഡിസഗ്രി. യെസ്, ഇതാണ് ഫോൺ. സെറ്റ് സാധനം. ഓറാലൈറ്റൊക്കെ അടിപൊളി. ഓറാലൈറ്റൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അതാണ് ഫോൺ, വിവോ V60. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് കുറച്ച് നേരമല്ല, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ ബൈ. വിവോ V60 ആഫ്റ്റർ 1 വീക്ക്. ആഫ്റ്റർ 1 വീക്കിൽ എനിക്ക് പറയാനുള്ളത്, അൺബോക്സിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്. ക്യാമറ നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ, അണ്ടർ 40,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഫോൺ. ദ ബെസ്റ്റ് ചോയ്സ്, വിവോ V60.
കാൾസീസിന് കൊളാബറേഷനിൽ അടിപൊളി ക്യാമറയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാം. ബാക്കിയൊക്കെ മോശമല്ല ആണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, പക്ഷെ 40,000 രൂപയ്ക്കുള്ള ഇല്ല എന്ന് ഞാൻ പറയും. മേ ബി 8GB 256GB വേരിയൻ്റ് ആണ്. ഏകദേശം പ്രൈസ് വന്നേക്കുന്നത് 39,000 ആണ്. 128GB വേരിയൻ്റ് ഉണ്ട്, അത് വാങ്ങണ്ട. ഇതാണ് നല്ലത്. വാങ്ങണമെങ്കിൽ 256GB വേരിയൻ്റ് വാങ്ങാം. ബാക്കിയൊക്കെ അടിപൊളി. ഇപ്പോൾ മൾട്ടിമീഡിയ കൺസംഷൻ ആണെങ്കിലും ഡിസ്പ്ലേ അടിപൊളിയാണ്. AMOLED സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. പിന്നെന്താ, നെറ്റ്ഫ്ലിക്സിൽ HDR കണ്ടന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷൻ വരുന്നില്ല, അത് അടുത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ അത് റെഡിയാക്കിയോളും. അതെനിക്കറിയില്ല, അപ്പം ശരിയാക്കിയോളും. പിന്നെന്താ, ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം 2 ദിവസത്തിനടുത്ത് ബാറ്ററി കിട്ടും. 2 ദിവസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറും കാഷ്വൽ യൂസ് ആണ് നിങ്ങളെങ്കിൽ 2 ദിവസം എന്തായാലും കിട്ടും. അല്ല ഭയങ്കര ഹെവി യൂസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ദിവസം, 1 ഡേ ഫുൾ ഡേ ബാറ്ററി കിട്ടും, അത് ഗ്യാരണ്ടി. പക്ഷേ അതൊന്നല്ല, ഇതിൻ്റെ ക്യാമറയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാട്ടോ. വിവോയിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പറഞ്ഞ പോലെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടി. കാരണം ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ട്. ബാക്കി കമ്പനികൾ കച്ചറ ഡിസൈനൊക്കെയാണ്. ഈ ചിലരൊക്കെ ഐഫോണിനെ കോപ്പി അടിച്ച് ഇപ്പോൾ P4 Pro എന്ന് പറഞ്ഞിട്ട് റിയൽമിയുടെ ഫോൺ ഇറങ്ങിയിട്ട്, അയ്യോ ഐഫോൺ അടുത്ത് ഇറക്കാൻ പോകുന്ന ഡിസൈൻ അങ്ങനെ തന്നെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഡിസൈൻ മാത്രമല്ല, ഇതിന് ക്യാമറ ഷോട്ട്സൊക്കെ, പോർട്രേറ്റ് ഷോട്ട്സൊക്കെ ഭീകരം. എന്നുവെച്ചാൽ നല്ല ഫോട്ടോ എടുക്കാൻ അറിയണവർക്ക് ഈ ഫോൺ കയ്യിൽ കിട്ടിയ സെറ്റ് സാധനമായിരിക്കും. എനിക്ക് ഒരു വക അറിയാണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു, അടിപൊളി. ഇതുവരെ ഞാൻ എടുത്ത ഫോട്ടോസിലൊക്കെ കിട്ടണേക്കാൾ നല്ലൊരു ലെവൽ ഔട്ട്പുട്ട് ഇതിൽ 3x ഒക്കെ ഒരു നല്ലൊരു വാം ടോൺ ഇട്ടെടുത്ത് പോർട്രേറ്റ് എടുത്താണല്ലോ, സൂപ്പർ. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനാണെങ്കിലും അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട്. 4K 30 FPS, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ 1080p 60, അതിലൊന്നും ഫുൾ HD കുഴപ്പമൊന്നുമില്ല. വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഓക്കെ. പക്ഷെ വീഡിയോ റെക്കോർഡിംഗ് അല്ല, ഞാനിപ്പോഴും പറയണു, ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അടിപൊളി. അതായത് നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോയാണ്. അങ്ങനെ ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു ഫോണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് തരും. നല്ല ഇപ്പോൾ ഓറോലൈറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് ആ ടോണൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ വാം ടോൺ വേണമെങ്കിൽ അതൊക്കെ. മാത്രമല്ല കാൾസീസിന് കുറേ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, കുറേ പോർട്രേറ്റ് ബൊക്കേസ് വരുന്നുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്, 40,000 രൂപയ്ക്ക് കിട്ടിയ ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് 1080p 60 FPS. പക്ഷെ നമ്മൾ 4Kയിലേക്ക് മാറുമ്പോൾ 60 FPS അവിടെ മിസ്സിംഗ് ആണ്. ജസ്റ്റ് 4K 30 FPS നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഷൂട്ട് ചെയ്യാം. ബാക്കിലും 30 FPS ഷൂട്ട് ചെയ്യാമെന്ന് ശോകം. 30 FPS നമ്മൾ 60 FPS നമ്മൾ ഷൂട്ട് ചെയ്തിട്ടല്ല. പക്ഷെ എന്നാൽ 40,000 രൂപ കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ടതല്ലേ, അതില്ല. ചിലപ്പോൾ അടുത്ത അപ്ഗ്രേഡ് ചിലപ്പോൾ തരേണ്ടതായിരിക്കാം, ഇത് കിട്ടുമായിരിക്കാം, ഞാൻ നോക്കാം. ബാക്കിയൊക്കെ പിന്നെന്താ, ഫോട്ടോയാണ്. കുറേ മോഡ് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. IP60 60 റേറ്റിംഗുകളുണ്ട്, അതൊക്കെ ഉണ്ട്. ടൈം ലാപ്സ്, ഹൈ റെസൊല്യൂഷൻ, സ്ലോ മോഷൻ എല്ലാം ഉണ്ട്. AnTuTu സ്കോർ ആണെങ്കിലും ഏകദേശം ഒരു 1 lakhിനടുത്ത് AnTuTu സ്കോർ എനിക്ക് കിട്ടി. ഇതിപ്പോൾ 8GB 256GB വേരിയൻ്റാണ് 1 lakh. മറ്റേ 12GB പോകുമ്പോൾ ഏകദേശം അവർ പറഞ്ഞ സാധനം കിട്ടും. അതായത് ഏകദേശം ഒരു 1 million AnTuTu സ്കോർ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് കുഴപ്പമില്ലാത്ത കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഓൾവേസ് ഡിസ്പ്ലേയിൽ കുറച്ചധികം ഇങ്ങനെ കുഴപ്പമില്ലാത്തതൊക്കെ ഉണ്ട്. അതൊക്കെ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെന്താ, സെറ്റിങ്സ് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. വാൾപേപ്പേഴ്സ് ഉണ്ട്, അതൊന്നും പറയേണ്ടതില്ല അല്ലേ. വേറെ പിന്നെന്താ, അത്രേ ഉള്ളൂ. 40,000 രൂപയ്ക്കുള്ള ഒരു മുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ക്യാമറ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങൾ ഓക്കെ. നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല 120 FPS BGMI ഒക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഫോൺ നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പക്ക ക്യാമറ സെൻട്രിക് ആണ്. അതായത് ഇതിൻ്റെയൊക്കെ കുറേ ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനത്തെ കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോർട്രേറ്റിലൊക്കെ ഓരോരോ, അതായത് ഓറാലൈറ്റ് ഡീഫോൾട്ടായിട്ട് വരുന്ന കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. നിങ്ങളത് ഉള്ളിൽ കയറി കുറേ ചെയ്യാനുണ്ട്. ക്യാമറയിൽ കുറേ സെറ്റിങ്സ് നിങ്ങൾക്ക് വരുത്താം. അതിൻ്റെ ഉള്ളിൽ പല രീതിയിൽ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. നല്ല ഔട്ട്പുട്ട് തരും. ക്യാമറ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതിന് ഞാൻ 101% ഗ്യാരണ്ടി. അതിനു വേണ്ടി മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. പക്ഷെ 40,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ വേണമെന്ന് ചോദിച്ചാൽ ഞാനിത് റെക്കമെൻഡും ചെയ്യാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷനില്ല. നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ ഫോൺ വേണമെങ്കിൽ വേറെ ഫോൺ നോക്കിക്കോ. പക്ഷെ അതല്ല, 40,000 രൂപയ്ക്ക് താഴെ പിന്നെയും ഞാൻ പറയണു, നല്ലൊരു ഫോൺ വേണമെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. സോ അപ്പോൾ അത്രയ്ക്കുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.